അനു. രചന രജീഷ് കണ്ണമംഗലം. എടി മിതു, ആ കാൽക്കുലേഷൻ എടുക്കുന്ന സാറിന് എന്നോടൊരു പാളിച്ചയില്ലേ എന്നൊരു സംശയം. ഓ പിന്നെ, കാണാൻ കൊള്ളാവുന്ന എല്ലാവന്മാർക്കും നിന്നോട് പാളിച്ചയാണല്ലോ. ഒന്ന് പോയേടി. ആ സാറാണെങ്കിൽ നിന്നെ മാത്രല്ല എന്നെയും നോക്കുന്നുണ്ട്. പറഞ്ഞത് അഞ്ജലിയായിരുന്നു. ഗ്രിൻഷ, മിഥുന, അഞ്ജലി, ഫാത്തിമ, അനു ഇവർ കൂട്ടുകാരികളാണ്. മലമ്പുഴ ITIയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പഠിക്കുന്നു. അവിടെ ഒരുപാട് പഠിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കത്തിയടിയാണ് പ്രധാന പരിപാടി. ദേ അഞ്ജു, നീ നിന്റെ സ്വഭാവം കാണിക്കല്ലേ. അരുൺ എന്നെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഗ്രീനു, ഞാൻ സത്യ പറഞ്ഞത്. ഞാനും അനും കൂടി കൈ കഴുകാൻ പോകുമ്പോൾ സാർ എന്നെ നോക്കി ചിരിച്ചു. ആ, അത് നിന്റെ കോലം കണ്ടിട്ട് ചിരിച്ചതാവും. എനിക്ക് തന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ചിരി വരുന്നു. ഡി നിർത്തിക്കോ. എന്താ ഇത്, ചന്തപിള്ളേരെ പോലെ? ഗ്രൂപ്പിൻ്റെ ലീഡർ മിഥുനയാണ്. അവസാന വാക്കും അവളുടേതാണ്. ഗ്രീനു, നീ ശരിക്കും സാറെ നോക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുന്നുണ്ട്. അഞ്ജു, നീയോ? ഞാനും ഉണ്ട്. അവളെപ്പോലെ തേക്കാനല്ല. ഡി, അപ്പൊ ശരത്തിനെ തേച്ചോ? അത് അവൻ എന്നെ തേച്ചിട്ടല്ലേ? നിർത്തടി അവളുമാരുടെ തേപ്പ് കഥ. നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. രണ്ടഭിപ്രായം വന്ന തല്ലി തീർക്കണമെന്നാ തൊമ്മൻ പറഞ്ഞത്. ആഹാ, എന്നാൽ ഒരു കൈ നോക്കാം. ഗ്രിൻഷ ചുരിദാറിൻ്റെ ഷാൾ പിന്നിൽ മുറുക്കി കെട്ടി യുദ്ധത്തിന് തയ്യാറായി നിന്നു. ഏയ്, എന്തിനുള്ള പരിപാടിയാ ഗ്രീനു? പാത്തു, നീ എന്നെ തടുക്കരുത്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. പോത്തെ, ഇരിക്കടി അവിടെ. നിങ്ങളെ രണ്ടും മടി കൂടാനും മടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. പിന്നെ എന്താ നിന്റെ പ്ലാൻ? പാത്തു, നീ ഒരു പേപ്പർ എടുക്ക്. അത് രണ്ടാക്കി രണ്ടാളുടെയും പേരെഴുത്. നറുക്കിടാനാ? ഇത് അന്തിമ തീരുമാനമാകും. വിജയിക്കുന്ന ആൾക്ക് സാറിനെ നോക്കാം. മറ്റുള്ളവർ പാര പണിയരുത്. പിന്നെ സപ്പോർട്ടും വേണം. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ, ഗ്രീനു പറഞ്ഞു. ഞാനും ഓക്കെ, അഞ്ജുവും സമ്മതിച്ചു. മിതു, എന്തായാലും നറുക്കിടല്ലേ. എൻ്റെ പേരും ഇടട്ടെ. ഗ്രീനു, അയ്യടി, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. നീ വല്ല കാക്കമാരെയും തപ്പി നോക്ക്. അപ്പോൾ നീയോ? നിനക്ക് വല്ല അച്ചായമാരെയും നോക്കിക്കൂടെ? അഞ്ജു, അത് ശരിയാ. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ മതക്കാരെ നോക്ക്. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗ്രീനു, അയ്യേ, എൻ്റെ മോള് ബുദ്ധിമുട്ടണ്ട. ജാതിയും മതവും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ വീട്ടുകാർ നല്ല ഓപ്പൺ മൈൻഡുള്ള ആളുകളാ. ദേ വീണ്ടും അടി തുടങ്ങിയോ? ഓക്കെ, എന്തായാലും ഭാഗ്യപരീക്ഷണമാണ്. അവളും ഇരുന്നോട്ടെ. പാത്തു, നീ ആ പേപ്പർ 4 പീസാക്ക്. 4? അപ്പോൾ നിൻ്റെ പേരും ഇടണം അല്ലേ? കൊച്ചു കള്ളി, നിൻ്റെ മണ്ടയ്ക്ക് ഞാനൊന്ന് തരും. എനിക്കിപ്പോൾ ഒരാളുണ്ട്, അത് മതി. അപ്പോൾ 4ാമത് ആരാ? അതിൽ നീ അനുവിൻ്റെ പേരെഴുത്. അനുവോ? അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു അനു. ഈ 4 പേരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയാണ് അനു. ഒരു പാവം തൊട്ടാവാടി പെണ്ണ്. ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും ഐശ്വര്യവും അവളിൽ കാണാം. മറ്റുള്ളവർ എന്തിനൊക്കെയോ വേണ്ടി ക്ലാസ്സിൽ വരുമ്പോൾ അനു മാത്രം പഠിക്കാനായി വന്നു. പാഠപുസ്തകങ്ങളായിരുന്നു അവളുടെ കൂട്ട്. നല്ല മാർക്കോടെ വിജയിച്ച് പെട്ടെന്ന് ഒരു ജോലി വേണം. അച്ഛനെ സഹായിക്കണം. അത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. +2 ഉയർന്ന മാർക്കുണ്ടായിരുന്നിട്ടും ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അവൾ ഈ മേഖലയിലേക്ക് മാറി. +2 പഠിക്കുമ്പോഴായിരുന്നു ചേച്ചിയുടെ കല്യാണം. അതോടെ വീട്ടിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായി. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. അവരുടെ വരുമാനം കൊണ്ട് തീർക്കാവുന്നതിലും അധികം കടമുണ്ടായിരുന്നു. അതോടെയാണ് അനു ഡിഗ്രി എന്ന മോഹം ഉപേക്ഷിച്ചത്. ITIയിൽ പഠിക്കാൻ വലിയ ചിലവൊന്നുമില്ല. ചെറിയ സ്റ്റൈഫറ്റ് ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് വണ്ടിക്കൂലിയാണെങ്കിലും നടന്നു കിട്ടും. ഇളയ മകനിലാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും. അവനെ നന്നായി പഠിപ്പിച്ച് ഒരു നല്ല ജോലി കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് അവനെ മാത്രം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു.
വീട്ടിലെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്നത് കൊണ്ട് തന്നെ പഠിത്തത്തിൽ അവനും ഒട്ടും പിറകിലോട്ട് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന് കുടുംബഭാരം ഏറ്റെടുക്കാൻ ഇനിയും സമയമുണ്ട്. അതുവരെ അച്ഛനെയും അമ്മയെയും സഹായിക്കേണ്ടത് താനാണെന്ന് അനു മനസ്സിലുറപ്പിച്ചു. ക്ലാസ്സിൽ അവളൊരു മിണ്ടാപ്പൂച്ചയായിരുന്നു. മുഴുവൻ സമയം എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്തിരിക്കും. ആരോടും അധികം അടുപ്പം കാണിക്കാത്തതുകൊണ്ട് ആരും അവളെ കൂടെ കൂട്ടിയില്ല. അവൾ ആരോടും അതിന് പരാതി പറഞ്ഞതുമില്ല. തൻ്റെ ലക്ഷ്യം മാത്രമേ ആ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ക്ലാസ്സിലെ പ്രധാന ഗ്രൂപ്പായ മിഥുനയും ടീമും അനുവിനെ കൂടെ ചേർത്തത്. അവൾ ആദ്യം എതിർത്തെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അവരുടെ ഗ്രൂപ്പിലെ 5ാമത്തെ മെമ്പറായി അനു കടന്നു വന്നു. എങ്കിലും പല കാര്യങ്ങളിലും അനു വിട്ടുനിന്നു. ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകുമ്പോഴും, സമരമുള്ള ദിവസങ്ങളിൽ മലമ്പുഴ ഡാമിൽ പോകുമ്പോഴും, സിനിമയ്ക്ക് പോകുമ്പോഴും അവൾ വിട്ടുനിന്നു. അനുവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവർ അവളെ നിർബന്ധിച്ചതുമില്ല. ക്ലാസ്സിൽ തന്നെ ഹോംവർക്കുകൾ വേറെ ആര് ചെയ്തില്ലെങ്കിലും അനു ചെയ്തിട്ടുണ്ടാകും. ഒരു മടിയും കൂടാതെ അവൾ അത് ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. ആരോടും ദേഷ്യമോ പരാതിയോ ഇല്ലാത്ത ആളായതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും അവൾ ചെയ്തു കൊടുക്കും. അനുവിനെ തങ്ങളുടെ രീതികളിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതോടെ അവളെ അവളുടെ പാട്ടിന് വിട്ടു. എന്നാലും കൂടെ അവർ നിർത്തി. പാത്തു, എൻ്റെ പേര് എഴുതണ്ട പ്ലീസ്. മിഥുന: അതെന്താ? നിന്റെ പേരിട്ടാൽ ഞങ്ങൾ എല്ലാവരുടെയും ഉണ്ടല്ലോ. വേണ്ട മിഥു, എന്നെ ഒഴിവാക്ക്. അതൊന്നും പറ്റില്ല. ഇനി നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഒഴിവാക്കാം. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ സോറി മോളെ, നീയും ഇതിലുണ്ട്. പാത്തു, നീ എഴുത്. വേണ്ട, അതൊന്നും പാടില്ല. എന്ത് പാടില്ലെന്ന്? മാഷെ പറ്റി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓ, ഒന്ന് പോയേ പെണ്ണെ. ഗ്രീനു: അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടടി. പാത്തു: ഓ, അപ്പോൾ കോമ്പറ്റീഷനിൽ നിന്ന് ഒരാൾ കുറയുമല്ലോ അല്ലേ? മിഥു: അതൊന്നും നടക്കില്ലാനു. ഞങ്ങൾ വിളിക്കുന്ന പല കാര്യത്തിനും നീ വരാറില്ല. അതൊക്കെ പോട്ടെ എന്ന് വെച്ചു. ഇത് നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. ഇതിൽ നീ കൂടെ നിന്നേ പറ്റൂ. അനു: നമ്മളെ പഠിപ്പിക്കുന്ന സാറെ പറ്റി അങ്ങനെയൊന്നും പറയാനോ ചിന്തിക്കാനോ പാടില്ല മിഥു. അതൊക്കെ വലിയ തെറ്റാണ്. ഗുരുക്കന്മാരെ ആ കണ്ണിലൂടെ മാത്രമേ നോക്കാൻ പാടൂ. ദൈവത്തിനു മുകളിലാ അവരുടെ സ്ഥാനം. ദേ അനു, നീ ഒരുമാതിരി ഫിലോസഫി അടിക്കല്ലേ. ഗുരുക്കന്മാരായാൽ ആരെയും ഇഷ്ടപ്പെടുകയോ കല്യാണം കഴിക്കുകയോ ഇല്ലേ? അഞ്ജു: ഡി പൊട്ടി, അയാൾ ഒരാണല്ലേ. എന്തായാലും ഒരു പെൺതുണ വേണം. അത് നമ്മളിൽ ഒരാളായാൽ എന്താ കുഴപ്പം? പാത്തു: അങ്ങേരും അത്ര നല്ലവരൊന്നുമല്ല. MTech കഴിഞ്ഞ ആൾ എൻജിനീയറായി ജോലി നോക്കാതെ ഇവിടെ പഠിപ്പിക്കാൻ വന്നതെന്തിനാ? 4 പെൺപിള്ളേരെ കണ്ടുകൊണ്ടിരിക്കാം, അത്ര തന്നെ. ആ സാറ് മാത്രല്ല, വേറെ ആണുങ്ങളുമൊക്കെ നമ്മുടെ നെഞ്ചിലേക്ക് നോക്കി നടക്കുന്നവരാ. അനു: ഡി, അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. ഗ്രീനു: ഇത് ശരിയല്ല പാത്തു. മറ്റുള്ള ആണുങ്ങളെ പോലെ അല്ല ഈ സാറ്. മോശം രീതിയിൽ ആരെയും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിഥു: അപ്പോൾ നീ നിന്നെ നോക്കിയെന്ന് പറഞ്ഞതോ? ഗ്രീനു: അല്ല, അത് നല്ല അർത്ഥത്തിലാടി. അതുകൊണ്ടാ എനിക്കിഷ്ടം തോന്നിയത്. അനു: ഗ്രീനു, പഠിപ്പിക്കുന്ന മാഷെ പറ്റി അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പാപം കിട്ടും. എന്നാലേ നീ ചിന്തിക്കണ്ട. പാപം ഞാൻ വാങ്ങിക്കോളാം. എടി പൊട്ടി, അതൊന്നും അത്ര വലിയ തെറ്റല്ല. നീ പ്രേമം സിനിമ കണ്ടിട്ടില്ലേ? മിഥു: ആഹാ, അപ്പോൾ നീ സിനിമ കണ്ട് പ്രേമിക്കാൻ ഇറങ്ങിയതാ? അതെ. എല്ലാവരും ശ്രദ്ധിക്കേ. ഈ വിഷയത്തിലെ അവസാന തീരുമാനം പറയാം. മുൻ നിശ്ചയിച്ച പോലെ നറുക്കെടുപ്പ്. അതിൽ നിങ്ങൾ 4 ആളുടെയും പേരുണ്ടാകും. നറുക്ക് വീഴുന്ന ആൾ മാത്രമേ സാറെ പ്രേമിക്കാൻ പാടൂ. ബാക്കിയുള്ളവർ അവരെ ഒന്നിപ്പിക്കാൻ സഹകരിക്കണം. ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും സമ്മതല്ലേ? അഞ്ജു, പാത്തു, ഗ്രീനു: സമ്മതം. അനുവിൻ്റെ കണ്ണുകൾ ഈറനണിയാൻ തുടങ്ങിയിരുന്നു. പാത്തു 4 ആളുടെയും പേരുകൾ കടലാസിൽ എഴുതി മടക്കി
കൈകൾക്കുള്ളിൽ വെച്ച് കുലുക്കി മിഥുനയുടെ നേർക്ക് നീട്ടി. മിഥു ഐശ്വര്യമായി ഇതിൽ നിന്ന് ഒരെണ്ണമെടുത്തേ. മിഥുന പാത്തുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടലാസു കഷ്ണം എടുത്തു. എല്ലാവരുടെയും കണ്ണുകൾ ആകാംക്ഷയോടെ ആ കടലാസിലേക്ക് നീണ്ടു. മിഥുന പതുക്കെ ആ പേപ്പർ തുറന്നു. അതിലെ പേര് കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. അനു. ആ പേര് കണ്ടതും മിഥുന പൊട്ടിച്ചിരിച്ചു. ഹോ, ദൈവത്തിൻ്റെ ഓരോരോ കളികളെ. ആ സാറിനെ ഇഷ്ടപ്പെട്ട നിങ്ങൾ 3 പേരുണ്ടായിട്ടും കൃത്യമായിട്ട് ഇവളുടെ പേര് തന്നെ വന്നല്ലോ. അയ്യോ, എനിക്ക് വയ്യേ. ഗ്രിൻഷയുടെ മുഖം ആകെ വാടി. നറുക്കെടുപ്പിൽ അവൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഫാത്തിമയും അഞ്ജലിയും മുഖത്തോട് മുഖം നോക്കി ഒരു വളിഞ്ഞ ചിരി പാസാക്കി. നറുക്ക് വീഴാത്തതിൽ രണ്ടാൾക്കും നിരാശയുണ്ടെങ്കിലും ഓ, ഇതൊന്നും അത്ര കാര്യമുള്ള കാര്യമല്ല എന്ന ഭാവം വരുത്താൻ ശ്രമിച്ചു. തൻ്റെ പേരാണ് നറുക്കിൽ വീണതെന്ന് അനുവിന് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും ചുണ്ടുകൾ വിതുമ്പാനും തുടങ്ങിയിരുന്നു. കണ്ണു തുടച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു പുറത്തേക്ക് ഓടിപ്പോയി. ഡി അനു, നിൽക്ക്, എവിടേക്കാ നീ? ചോദ്യം കേൾക്കുന്നതിനു മുന്നേ അവൾ അവിടെ നിന്ന് പോയിരുന്നു. മിഥുനയുടെ മുഖത്ത് സന്തോഷവും മറ്റുള്ളവരുടെ മുഖത്ത് വിഷാദഭാവവും നിറഞ്ഞു നിന്നു. ഡി, അവൾ പ്രശ്നാക്കോ? മിഥു. ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അഞ്ജു, അവൾ ടോയ്ലറ്റിലുണ്ടാകും, നീ പോയി വിളിച്ചു കൊണ്ടുവാ. കരഞ്ഞു കലങ്ങിയ മുഖവുമായി അനു ക്ലാസ്സിലേക്ക് കയറി വന്നു. മിഥുന അവളെ ചേർത്ത് പിടിച്ച് അരികിലിരുത്തി. എൻ്റെ പെണ്ണെ, നീ ഇത്ര പൊട്ടിയായല്ലോ, ഇതൊക്കെ ഒരു തമാശയ്ക്ക് എടുക്കണ്ടേ? അനു കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണല്ലേ? നിങ്ങൾ കാര്യമായിട്ടാണ് പറയുന്നതെന്ന് വിചാരിച്ചു ഞാൻ പേടിച്ചു. പാത്തു. അപ്പോൾ ഇതൊക്കെ വെറും തമാശയായിരുന്നോ മിഥു? പിന്നല്ലാതെ. എല്ലാവരും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നു. മിഥു. ഇത് തമാശയാണ്, പക്ഷെ ഇതിൽ കാര്യവുമുണ്ട്. ഗ്രീനു. നീ ഒന്ന് തെളിച്ച് പറയടി. മിഥു. ഗ്രീനു, നീയും ഇവരും സാറെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടതല്ലല്ലോ. ഇതും പതിവ് പോലെ നിങ്ങളുടെ നേരം പോക്കല്ലേ. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നിനക്കും മഞ്ജുവിനും 2-3 ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരാളാണ് സാറും. പാത്തുവോ, അവൾക്ക് മുറച്ചെറുക്കൻ കെട്ടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അയാൾ ഗൾഫിൽ നിന്ന് വന്നാൽ കെട്ടുമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ 3 ആളും ഈ മത്സരത്തിന് യോഗ്യരല്ല. നിങ്ങളൊക്കെയല്ലേ ഈ സാറ് നല്ല ആളാണെന്ന് പറഞ്ഞത്? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ നല്ല മനുഷ്യനെ നമ്മളായി പറ്റിക്കരുത്. ആ സാറിന് നല്ല അടക്കവും ഒതുക്കവുമുള്ള പാവം സുന്ദരിക്കുട്ടിയെ അല്ലേ വേണ്ടത്? നമ്മുടെ അനുമോളല്ലാതെ വേറെ സുന്ദരിക്കുട്ടിയായി നമ്മുടെ സാറിന് വേറെ ആരാ ചേർന്നത്? അതുകൊണ്ടാ അവളുടെ പേരുമിടാൻ ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതല്ലേടി കൃത്യമായി അവളുടെ പേര് തന്നെ വന്നത്. മിഥുന പറയുന്നത് കേട്ട് ബാക്കി 4 ആളും വായും പൊളിച്ചു നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഡി, നമ്മുടെ സാറിന് ചേർന്ന കുട്ടിയാനു. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദൈവം അവരെ ചേർത്ത് വയ്ക്കുമെങ്കിൽ നമുക്ക് അതിനൊരു നിമിത്തമാകാം. താൻ വീണ്ടും പെട്ടു എന്ന് അനുവിന് മനസ്സിലായി. മിഥു. നീ വെറുതെയും വേണ്ടാത്തതൊന്നും പറയല്ലേ. ഞാനിവിടെ പഠിക്കാനാണ് വന്നത്. എനിക്കത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അഞ്ജു. എടി, നീ കാര്യമായിട്ടാ ഇതൊക്കെ പറഞ്ഞത്? നീ ഇപ്പോൾ അനൂസിനെ കെട്ടിക്കാനുള്ള പരിപാടിയില്ല? മിഥു. നമ്മുടെ സ്വഭാവത്തിന് ചേർന്നതല്ല എന്നറിഞ്ഞിട്ടും ഇവളെ നമ്മുടെ കൂടെ ചേർത്തതെന്തിനാ? ഇവളിലെ നന്മ കണ്ടിട്ട്, നല്ല കുട്ടിയാണെന്ന് തോന്നിയിട്ട് അല്ലേ? അപ്പോൾ ഇവളുടെ കാര്യത്തിൽ നമുക്കും ചില ഉത്തരവാദിത്വവുമില്ലേ? പാത്തു. അതൊക്കെ ശരിയാ. അപ്പോൾ ഗ്രീനുവോ? ഇവൾക്ക് സാറിന് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അനുവിനാണെങ്കിൽ ഇഷ്ടവുമല്ല. നമ്മൾ ആദ്യം ഇവളുടെ കാര്യമല്ലേ ആലോചിക്കേണ്ടത്? മിഥു. ഗ്രീനു, നീ സീരിയസ് ആയിട്ടായിരുന്നോടി? പഴയതുപോലെയാണെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഗ്രീനു ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ മനസ്സിൽ പല പല ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു. കുറച്ചു നാളായി സ്വപ്നങ്ങളിൽ വരുന്നത് സച്ചി സാറിൻ്റെ രൂപമായിരുന്നു.
സാറുമായി ഒരുമിക്കുന്ന പലതരം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതായിരുന്നു. അതാണ് എല്ലാവരും കൂടെ തകർക്കുന്നത്. ഡി, നീ എന്തെങ്കിലും പറയ്. പാത്തു കുലുക്കി വിളിച്ചു. മനസ്സിലെ സംഘർഷം അവളെ പെട്ടെന്ന് തളർത്തി. ഒരു തേങ്ങലോടെ ഗ്രീനു പാത്തുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവിടെ വീണ്ടും ഒരു മൂകത നിറഞ്ഞു നിന്നു. മിഥുന ആകെ ആശങ്കയിലായി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പാത്തുവും അഞ്ജുവും ഗ്രിൻഷയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അനുവിനാകെ സങ്കടമായി. ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായതെന്ന് അവൾക്ക് തോന്നി. അനു, ഗ്രീനു, ഡി, ഈ മിഥു വെറുതെ പറയാടി. എനിക്ക് നിന്റെ സാറിനെ വേണ്ടാടി. നീ എടുത്തോ. നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരെങ്കിലും എതിര് നിൽക്കുമോ? നിന്നെ പറ്റിക്കാനാ മിഥു എൻ്റെ കാര്യം പറഞ്ഞത്. എനിക്കങ്ങനെയൊന്നുമില്ലടി. നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും എനിക്കുണ്ടോ? നിന്നെയും സാറിനെയും ഒന്നിപ്പിക്കാൻ ഞങ്ങളെല്ലാവരുമുണ്ട്. ഗ്രിൻഷ പെട്ടെന്ന് എഴുന്നേറ്റ് ബാഗ് എടുത്തു. ഡേ, ഞാൻ പോവാം. നീ എങ്ങോട്ട് പോന്നു? വീട്ടിൽ. വയ്യടി, തലവേദനിക്കുന്നു. നീ ഇവിടെ ഇരുന്നേ. ഇനി 1 മണിക്കൂർ കൂടിയല്ലേ ഉള്ളൂ ക്ലാസ് കഴിയാൻ. സാരല്ലേടി, സാറൊന്നുമില്ലല്ലോ. ഞാൻ പോട്ടെ. മിഥു, ഡി, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലേടി. മിഥു, നമ്മളെല്ലാവരും കൂടി പോയാൽ ശരിയാവില്ല. അഞ്ജു, നീയും ഇവളുടെ കൂടെ പോയിക്കോ. ശരിടി. ഗ്രിൻഷയും അഞ്ജുവും നേരത്തെ പോയി. അനു, മിഥു, അവൾക്ക് ഒരുപാട് വിഷമമായി. നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എടി, ഞാൻ പറഞ്ഞതെല്ലാം സീരിയസ് ആയിട്ടാ. പക്ഷേ അവൾ ഇത്ര സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. അവളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ഇതും ഒരു തമാശയാണെന്നാ ഞാൻ വിചാരിച്ചത്. പാത്തു, അവൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നോട്ടെ, അല്ലേ? അനു, നിനക്ക് വിഷമമുണ്ടോ? എന്തിന്? ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ഇവള് പറഞ്ഞത്. എനിക്ക് സാറെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. നമുക്ക് അവളുടെ ഇഷ്ടം നടത്താടി മിഥു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കെന്താ വിരോധം? എന്നാൽ നീ ഇപ്പോൾ തന്നെ അവളെ ഫോൺ വിളിച്ച് പറഞ്ഞേ, അവളുടെ വിഷമം മാറട്ടെ. ഡേ, എനിക്ക് വേറെ ഒരു ഐഡിയ. ഇപ്പോൾ കാണിച്ചതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ വേണ്ടാട്ടോ. അതൊന്നുമല്ലടി, നമുക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുത്താലോ? നീ തെളിച്ച് പറ മിഥു. നമുക്ക് സാറെ കണ്ട് അവളുടെ കാര്യം സംസാരിക്കാം. സാർ ഓക്കെ പറഞ്ഞാൽ അവളെ നമുക്ക് ഞെട്ടിക്കാം. അനു, അത് വേണോ മിഥു? എനിക്ക് പേടിയാവുന്നു. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദേ, അവൾ വീണ്ടും തുടങ്ങി. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ എന്തായാലും പോയി സംസാരിക്കും. എനിക്ക് വയ്യ, എനിക്ക് പേടിയാ. പാത്തു, ഇവളില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. ശരിടാ. അനു, നീ പൊയ്ക്കോ, സമയമായില്ലേ? ശരിടി, സൂക്ഷിക്കണേ. ഒന്ന് പോടി പെണ്ണേ. അനു വീട്ടിലേക്ക് പോയി. മിഥുനയും ഫാത്തിമയും സച്ചിനെ തപ്പി നടന്നു. ഒടുവിൽ കണ്ടുപിടിച്ചു. ചെറിയ മുഖവിര ഇട്ടുകൊണ്ട് സാറിനെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്താ മിഥുന? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ പോയി സർ. സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ? സാറ് തെറ്റിദ്ധരിക്കരുത്. ഓ, അപ്പോൾ സീരിയസ് ആയ കാര്യമാണല്ലോ. എന്തായാലും പറയ്. സച്ചിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാറ് മാരീഡാണോ? അല്ല. എന്തേ? ആരോടെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. എന്താടോ കാര്യം? അല്ല സാർ, ഒരാൾക്ക് സാറിനെ ഇഷ്ടമാണ്. മിഥുന, വേണ്ട, ആ കളി വേണ്ട. സീരിയസ് ആയിട്ടാണ് സാർ. ഞങ്ങളും ആദ്യം തമാശയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആള് കാര്യമായിട്ടാ. ആ, ആള് ഗ്രീനു ആണോ? അതെ. എങ്ങനെ മനസ്സിലായി സാർ? സാറിനും അവളോടുണ്ടോ? 1-2 ദിവസമായി ആ കുട്ടിയുടെ നോട്ടം ഞാൻ ശ്രദ്ധിക്കുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് നാണക്കേടാവുമെന്ന് കരുതിയിട്ടാ ഒന്നും പറയാതിരുന്നത്. സാർ, അവൾ സീരിയസ് ആയിട്ടാ. നോക്ക് മിഥുന, നിങ്ങളിവിടെ വരുന്നത് പഠിക്കാനാണ്, ഞാൻ പഠിപ്പിക്കാനും. ആ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് കല്യാണത്തിന് സമയമായാൽ വീട്ടുകാർ നടത്തി തരും. എൻ്റെ കാര്യവും അങ്ങനെയാ.
അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. സോറി സാർ, ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പോട്ടെ. പിന്നെ ആ കുട്ടിയോട് പറ, മനസ്സിൽ അനാവശ്യ ചിന്തകളൊന്നും വേണ്ടെന്ന്. നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവാൻ നോക്ക് ആദ്യം. സാർ, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഏയ് ഇല്ല, ഇതൊക്കെ പ്രായത്തിൻ്റെ ഓരോരോ കളികളാണ്. പതുക്കെ എല്ലാം ശരിയാവും. എന്നാ ശരി സാർ, ഞങ്ങൾ പോട്ടെ. ശരി. ആ പിന്നെ മിഥുന, താൻ തനിച്ച് നാളെ എന്നെ വന്നൊന്ന് കാണണം. ശരി സാർ. പിറ്റേന്ന് പതിവ് പോലെ ക്ലാസ് തുടങ്ങി. പക്ഷെ ക്ലാസ്സിൽ ഗ്രിൻഷി ഉണ്ടായിരുന്നില്ല. അവൾ ലീവ് എടുത്തു. മിഥുന വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. ഉച്ച സമയത്ത് മിഥുന സച്ചിനെ കാണാൻ പോയി. സാർ, എന്താ കാണണമെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ലടോ. എന്തായാലും താൻ എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നതല്ലേ, അതിനു പറ്റിയാ. എന്താ സാർ, ഗ്രീനു ഇന്ന് വന്നിട്ടില്ല? അത് വിടടോ, ആ കുട്ടിയുടെ കാര്യമല്ല. വീട്ടിൽ എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട്. വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചിയുണ്ട്, കല്യാണം കഴിഞ്ഞതാ. എന്നെ പെട്ടെന്ന് കെട്ടിക്കാനാ എല്ലാവരുടെയും പ്ലാൻ. അത് നല്ലതല്ലേ സാർ? ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയില്ലേ, ഇനി ആലോചിക്കാലോ. എന്തോ? ഞാൻ അതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. നന്നായി പഠിക്കുക, ജോലി നേടുക, അത് മാത്രമായിരുന്നു മനസ്സിൽ. എന്തായാലും പഠിത്തം കഴിഞ്ഞു. ജോലി ഇത് താൽക്കാലികമാണ്. എന്നാലും വേറെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തടസ്സങ്ങളൊന്നുമില്ലല്ലോ സാർ? പിന്നെന്താ കുഴപ്പം? ഇനിയുള്ള ജീവിതത്തിൻ്റെ കാര്യമല്ലേ. ഒരു തീരുമാനമെടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണ്ടേ? പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് പിന്നെ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊരു സാധാരണ കർഷക കുടുംബമാണ്. അതിനു പറ്റിയ ഒരു കുട്ടി തന്നെ വേണ്ടേ? അതൊക്കെ ശരിയാവും സാർ. എനിക്കെന്തോ പേടിയാണ്. ഒരാളെ കല്യാണം കഴിച്ചാൽ പിന്നെ അയാളുടെ ഭാഗത്തും വീട്ടുകാരുടെ ഭാഗത്തും നിൽക്കേണ്ടി വരും. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ അവരും വീട്ടുകാരും തമ്മിലുള്ള വഴക്ക് തീർക്കാനേ നേരമുണ്ടാകൂ. ഏയ്, എല്ലാവരും അങ്ങനെയൊന്നുമല്ല സാർ. ഇയാൾ ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നത്? എന്നെ കെട്ടാൻ പരിപാടിയുണ്ടോ? ഇനി മറ്റവനെ തേക്കേണ്ടി വരുമോ? മിഥുന, ഞാൻ ഇതൊക്കെ തന്നോട് പറഞ്ഞതെന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു കുട്ടിയുടെ വിവരങ്ങൾ അറിയണം. ആ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പറ്റിയതാണെന്ന് തോന്നി. ആരാ സാർ അത്? ഓഹോ, എന്നെ മാമ പണിക്ക് വിളിച്ചതാണല്ലേ. ശരിയാക്കി തരാം. എനിക്ക് പ്രേമമുണ്ടായിട്ടൊന്നുമല്ലട്ടോ. ഞാനിപ്പോൾ അധ്യാപകനാണ്. ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ കാണാനും പാടില്ല. ഇതുവരെ അങ്ങനെ ആ കുട്ടിയെ എന്നല്ല, ആരെയും നോക്കിയിട്ടുമില്ല. ആരാ ആളെന്ന് പറഞ്ഞാൽ മതി സാർ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഏയ്, താനൊന്നും ചെയ്യണ്ട. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് തന്നാൽ മതി. അഡ്രസ്സോ ഫോൺ നമ്പറോ മറ്റോ. കാര്യങ്ങളെല്ലാം വീട്ടുകാർ അന്വേഷിച്ച് നടത്തിക്കോളും. ഇത് വീട്ടുകാർക്കുള്ള എൻ്റെ ഓപ്ഷൻ മാത്രമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പ്രേമിക്കൊന്നുമല്ല. മനസ്സിൽ ചില തോന്നലുകൾ, അത്രയേ ഉള്ളൂ. ഓക്കെ സാർ. ആ കക്ഷി ആരാണെന്ന് പറഞ്ഞില്ല. തൻ്റെ ക്ലാസ്സിലെയാ? അനു. മിഥുനയുടെ മനസ്സിൽ 1000 ലഡു ഒരുമിച്ച് പൊട്ടി. ഇതെന്താ ഇങ്ങനെ? ഞാൻ ആഗ്രഹിച്ചതും നറുക്ക് വീണതും അനുവിന്. ഇപ്പോഴിതാ സാറിനും ഇഷ്ടം. എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ? അയ്യോ, ഇപ്പോൾ ഗ്രീനുവിനെ ഒതുക്കേണ്ടി വരുമല്ലോ. അവൾക്കാണെങ്കിൽ തലയ്ക്ക് പിടിച്ച പ്രേമവും. ആ വരുന്നത് വഴിയിൽ വെച്ച് കാണാം. ഞാൻ അവളോട് സംസാരിക്കട്ടെ സാർ? നോ, അത് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ മിഥുന, ഇത് ഒരു ഓപ്ഷൻ മാത്രമാണ്. എൻ്റെ വീട്ടുകാർ ആ കുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് ജാതകം നോക്കണം. അതും കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊരു റോളുമില്ല. അവളുടെ നമ്പറോ അഡ്രസ്സോ മതി സാറിന്. യെസ്, ആ കുട്ടിയുടെ നമ്പറല്ല, അച്ഛൻ്റെയാണ് വേണ്ടത്. ഓക്കെ സാർ, ഞാൻ ഏറ്റു. താങ്ക്സ് മിഥുന. കീപ്പ് ഇറ്റ് സീക്രട്ട്. ഓക്കെ സാർ. ഈശ്വര, ഇത്രയും വലിയ രഹസ്യം ഞാൻ എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കാനോ? എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ ആരോടെങ്കിലും പറയാഞ്ഞാൽ ഉറക്കം വരാത്ത ഞാനാ. ഈശ്വര, കാക്കണേ.
പിറ്റേ ദിവസം ഗ്രിൻഷ നേരത്തെ ക്ലാസ്സിലെത്തി. ഇന്നലെ എവിടെയായിരുന്നു ഡീ നീ? നിനക്കെന്താ വിളിച്ചാൽ ഫോൺ എടുത്താൽ? ഇന്നലെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു ഡീ. പാത്തു: എന്നിട്ട് നിന്റെ മൂഡ് ഓണായോ? എന്തായിരുന്നു ഇത്ര വലിയ പ്രശ്നം? ഞാൻ സച്ചി സാറിൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്ത്? എന്നിട്ടെന്തായി? അല്ല, എനിക്ക് സാറിനോട് പ്രേമമാണോ അട്രാക്ഷനാണോ എന്ന് കുറേ ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാടി. മറ്റുള്ളവന്മാരോട് തോന്നിയ പോലുള്ള ഒരിഷ്ടം മാത്രം. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ സാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് സാറിൻ്റെ ഭാര്യയാവാനും ഒരുമിച്ച് ജീവിക്കാനും. അതൊന്നും നടക്കില്ലടോ. ജാതിയും മതവും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പ്രശ്നമല്ലാതിരിക്കും, സാറിൻ്റെ വീട്ടിൽ പ്രശ്നമായാലോ? അതിനു മുൻപ് സാറിന് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? വെറുതെ സ്വപ്നങ്ങളുടെ ഭാരവും താങ്ങി ഒരു ദിവസം എല്ലാം തകർന്ന് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോൾ ശരിയായ തീരുമാനമെടുക്കുന്നത്? മിതു: ആഹാ, നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോ? മിടുക്കി. വെറുതെ ഒരു തേപ്പും വാങ്ങി നിരാശാകാമുകിയായിരിക്കാൻ എനിക്ക് വയ്യ. ഇനി പ്രേമിക്കുന്നത് കെട്ടാൻ വരുന്ന ചെക്കനെ മാത്രം. മിതു: അത് നന്നായി മോളെ. അഞ്ജു: ഹോ, സച്ചി സാറിൻ്റെ ഭാഗ്യം. ഇവളെ എങ്ങാനും കെട്ടേണ്ടി വന്നിരുന്നെങ്കിലോ? പാത്തു: അതെ, ട്രെയിനിന് തല വെച്ച അവസ്ഥ ആയേനെ സാറിന്. അതെ, സാറിനെ ഞാൻ വെറുതെ വിടാനൊന്നും പോണില്ല. അഞ്ജു: എന്താ നിന്റെ പരിപാടി? വെറുതെയാണെങ്കിലും എന്നെ മോഹിപ്പിച്ച ആളല്ലേ, നല്ലൊരു പണി കൊടുക്കണം. അഞ്ജു: നല്ലൊരു പണി ഞാൻ പറയട്ടെ? പാത്തു: എന്താ? നിങ്ങളെല്ലാവരും കൂടെ എന്നെയും സാറിനെയും ചേർത്ത് വയ്ക്കേ. പണി ഞാൻ പതുക്കെ കൊടുത്തോളാം. എങ്ങനെയുണ്ട്? അയ്യടി, അവളുടെ ഒരു പൂതി. നിന്നെ കെട്ടുന്നതിലും നല്ലത് കെട്ടാതിരിക്കുക. ഗ്രീനു: എൻ്റെ മനസ്സിലും ആഗ്രഹം അത് തന്നെയാ. പക്ഷേ നായിക നീയല്ലേടി കുശുമ്പി, എൻ്റെ അനുക്കുട്ടിയാ. അഞ്ജു: അനുവോ? നിങ്ങളെല്ലാവരും ഈ പാവം കുട്ടിയെ എന്തിനാടി ദ്രോഹിക്കുന്നേ? ഗ്രീനു: മിതു, നീ പറഞ്ഞതുപോലെ സാറിന് ചേർന്ന ആളാ അനു. ഇവൾക്ക് സാറേ പോലെ ഒരു നല്ല മനുഷ്യനെയാ വേണ്ടത്. അല്ലേടി സുന്ദരി വാവേ? അനു: ദേ ഗ്രീനു, വീണ്ടും എന്നെ വിഷമിപ്പിക്കല്ലേ. എനിക്കതിനൊന്നും പറ്റില്ലടാ. അനുവിൻ്റെ മുഖം സങ്കടം കൊണ്ട് വാടി. ഗ്രീനു: കുഞ്ചുസേ, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരാൾ വേണ്ടേടി. കൂട്ടുകാരികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, അല്ലേടി മിതു? മിതു: ശരിയാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അനു: നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലേടി, ഞങ്ങളൊക്കെ കൂടെയില്ലേ. അനു: ഡി, പഠിപ്പിക്കുന്ന മാഷെ മോഹിക്കുന്നത് തെറ്റാ. എൻ്റെ അച്ഛനെങ്ങാനും ഇതറിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. മിതു: ഓക്കെ, നീ മാഷെ പ്രേമിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. സാറ് വീട്ടിൽ വന്ന് നിന്നെ പെണ്ണ് ചോദിച്ചാലോ? പാത്തു: എൻ്റെ മിതു, നീ നടക്കണ കാര്യം വല്ലതും പറയ്. ആദ്യം സാറിൻ്റെ മനസ്സറിയട്ടെ, എന്നിട്ട് മതി. അനു: എങ്ങനെയായാലും എനിക്ക് പറ്റില്ലടി. പിന്നെ എങ്ങനെയാ ഞാൻ സാറിൻ്റെ ക്ലാസ്സിലിരിക്കുക? എനിക്ക് പേടിയാ. മിതു: അപ്പോൾ ക്ലാസ് തീർന്നിട്ടായാൽ കുഴപ്പമില്ലല്ലോ? അനു: എന്തിനാ മിതു നീ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ഗ്രീനു: നീ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊന്നും ചെയ്യുകയും വേണ്ട. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ പേടിക്കാതിരുന്നാൽ മതി. അഞ്ജു: അതെ, നമുക്ക് കാര്യങ്ങൾ നൈസായി മുന്നോട്ട് നീങ്ങാം. അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സാറെ കിട്ടും. അന്ന് കലങ്ങിയ മനസ്സുമായാണ് അനു വീട്ടിലേക്ക് പോയത്. യാന്ത്രികമായി വീട്ടിലെ പണികളൊക്കെ തീർത്തു. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നവൾക്ക് തോന്നി. ഞാൻ എതിർത്താലും അവളുമാർ സാറിനോട് സംസാരിക്കും. എനിക്ക് സാറിന് ഇഷ്ടമാണ് എന്നെങ്ങാനും അവർ നുണ പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാ സാറിൻ്റെ മുഖത്ത് നോക്കുക? സാർ അത് അച്ഛനോടോ മറ്റു സാറുമാരോടോ പറഞ്ഞാലോ? ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ. എൻ്റെ കൃഷ്ണ, മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. പഠിച്ച് ജോലി വാങ്ങി അച്ഛനെ സഹായിക്കണം, അതുമാത്രമേ മനസ്സിലുള്ളൂ. അതുമാത്രമേ ഉണ്ടാവാൻ പാടൂ. അരുതാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരല്ലേ.
ആരും സാറിനോട് ഒന്നും പറയല്ലേ. എനിക്ക് നീയേ ഉള്ളൂ കൃഷ്ണ. നല്ല വഴി കാണിച്ചു തരണേ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 1-2 ദിവസം കടന്നുപോയി. സാറിൻ്റെ പേര് പറഞ്ഞ് ഇടയ്ക്ക് കളിയാക്കും എന്നല്ലാതെ ആരും വേറെ ഒന്നും ചെയ്തില്ല. എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന സമാധാനത്തിൽ അനു വീണ്ടും പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ശാന്തത താൽക്കാലികം മാത്രമാണെന്നവൾ അറിയാതെ പോയി. കൃഷ്ണയുടെ കാര്യം സാറിനോട് സംസാരിച്ചിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അടുത്ത ആളിൻ്റെ കാര്യം പറയണ്ട, ഒരു 2 ആഴ്ച കഴിയട്ടെ എന്ന് എല്ലാവരും രഹസ്യമായി തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴും മനസ്സിൽ പുതിയ പ്ലാനുകൾ തയ്യാറാക്കുകയായിരുന്നു മിഥുന. സാറിന് ഇഷ്ടമായ സ്ഥിതിക്ക് പെട്ടെന്ന് അനുവിൻ്റെ കാര്യം ശരിയാക്കണം. അല്ലെങ്കിൽ സാറിന് വേറെ ആലോചന ശരിയായാലോ? 2 ദിവസത്തിനുള്ളിൽ മിഥുന അനുവിൻ്റെ അഡ്രസ്സ് സച്ചിന് കൊടുത്തു. അനുവിൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കാനും ജാതകക്കുറിപ്പ് വാങ്ങാനും സച്ചിൻ്റെ അച്ഛൻ ഒരു ബ്രോക്കറെ ഏൽപ്പാടാക്കി. അനു പഠിക്കുന്ന സ്ഥാപനത്തിലെ സാറാണെന്ന് പറയരുതെന്ന് സച്ചിൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷേ അനുവിൻ്റെ വീട്ടിൽ നിന്ന് ശുഭകരമായ വാർത്ത സച്ചിന് കിട്ടിയില്ല. പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടേ കല്യാണമുള്ളൂ എന്ന അനുവിൻ്റെ തീരുമാനമാണ് അവളുടെ വീട്ടുകാർ പറഞ്ഞത്. അവളെ കല്യാണം കഴിപ്പിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ മകളുടെ ആഗ്രഹം അവർക്ക് വിലങ്ങ് തടിയായി. നിരാശയോടെ മടങ്ങുമ്പോഴും ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായി ബ്രോക്കർ അനുവിൻ്റെ ജാതകക്കുറിപ്പ് വാങ്ങിയിരുന്നു. അനുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴും സച്ചിന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. എന്തായാലും ജാതക ചേർച്ച നോക്കാം. ചേരുമെങ്കിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കാമല്ലോ. എനിക്കും കുറച്ചുകൂടി സമയം വേണം. ജാതകം നോക്കാൻ അച്ഛനെ തന്നെ ഏൽപ്പിച്ചു. കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ തന്നെ നോക്കട്ടെ. എന്നെ കെട്ടിപ്പിക്കാൻ ധൃതിയായിട്ടല്ലേ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ജോലിക്കും അച്ഛൻ പാടത്തേക്കും ഇറങ്ങിയാൽ അമ്മ തനിച്ചല്ലേ വീട്ടിൽ. എത്ര നേരമാ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുക. അച്ഛന് പാടവും പറമ്പുമാണ് ജീവിതം. തൊടിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും അച്ഛൻ്റെ തൂമ്പ എത്താത്തതായില്ല. ആ വിയർപ്പിൽ നിന്ന് തന്നെയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയതും ചേച്ചിയെ കെട്ടിച്ചു വിട്ടതും. ഇനി കുറച്ചു കാലം അച്ഛനോട് വിശ്രമിക്കാൻ പറയണം എന്നുണ്ട്. പക്ഷേ അച്ഛൻ അത് ചെയ്യില്ല. 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അമ്മയും അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. പുള്ളിക്കാരിയുടെ കൃഷി വീട്ടിൽ തന്നെയാണ്. ആട്, കോഴി, പൂച്ച, നായ, പശു തുടങ്ങിയ മിണ്ടാപ്രാണികളാണ് അമ്മയുടെ കൂട്ട്. വിൽപ്പനയുമുണ്ട് ചെറുതായി. ഇടയ്ക്ക് വെച്ച് മുയലും താറാവുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാതായപ്പോൾ ഒഴിവാക്കിയതാ. അമ്മയ്ക്ക് ഒരു കൂട്ട് എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. നല്ലൊരു മരുമകൾ വീട്ടിലേക്ക് വന്നാൽ അമ്മ കുറച്ചുകൂടി ഉഷാറാകും. അവിടെയാണ് എനിക്ക് പേടി. ഇപ്പോഴത്തെ പെൺകുട്ടികളെ പറ്റി ഒരു മുൻവിധിയും നടക്കില്ല. മണ്ണിൻ്റെ മണവും ഗുണവുമുള്ള ഒരു പെണ്ണാകണം ഈ വീടിൻ്റെ മരുമകൾ. പാടത്തെ ചേറിലേക്കിറങ്ങുമ്പോൾ കാലിലെ നെയിൽ പോളിഷ് ഇളകുമെന്ന് പറയാത്ത, തൊഴുത്തിലെ ചാണകം കളയാൻ അറപ്പാണെന്ന് പറയാത്ത, വീട്ടിലെ മിണ്ടാപ്രാണികളെ ഇഷ്ടമല്ലെന്ന് പറയാത്ത ഒരു പെണ്ണ്. അമ്മയ്ക്ക് കൈത്താങ്ങായും അച്ഛന് ഇളയ മകളായും ഈ വീടിനെ ഉണർത്തുന്ന പെണ്ണ്. പാടത്തും പറമ്പിലും ഓടി നടന്ന് കുയിലിനോടും തത്തയോടും കൊഞ്ചുന്ന പെണ്ണ്. ആട്ടിൻകുട്ടികളെ തലയിലേറ്റി നടക്കുന്ന പെണ്ണ്. കർക്കിടകത്തിലെ തുള്ളിമുറിയാത്ത മഴയത്തും ധനുമാസക്കുളിരിലും എൻ്റെ മാറിൽ ചേർന്നുറങ്ങുന്നൊരു പെണ്ണ്. അതാണ് എനിക്ക് ആവശ്യം. അനുവിൻ്റെ വീട്ടുകാരും കർഷകരാണെന്നാ മിഥുന പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ആ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണും. എൻ്റെ നിബന്ധനകളിൽ കുറേയൊക്കെ അനുവിനുണ്ട്. ഇനി ജാതകവും അവളുടെ സമ്മതവും വേണം. നല്ല തീരുമാനം ഈശ്വരൻ എടുക്കട്ടെ. ഈശ്വരൻ്റെ തീരുമാനവും അനുകൂലമായിരുന്നു. ജാതകങ്ങൾ നന്നായി ചേർന്നു. 10ൽ 8 പൊരുത്തമുണ്ട്. സച്ചു, ജാതകം ചേർച്ചയൊക്കെയുണ്ട്. എന്താ വേണ്ടേ? അവർക്ക് സമയം വേണമെന്നല്ലേ അച്ഛാ പറഞ്ഞത്. ഒന്ന് അച്ഛൻ പോയി സംസാരിച്ചു നോക്ക്. സമയം വേണമെങ്കിൽ അവർ എടുത്തോട്ടെ. എല്ലാം ഇപ്പോൾ തീരുമാനിച്ചാൽ മതി. ആദ്യം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാം.
എല്ലാം ശരിയായാൽ കുറച്ച് കാത്തിരിക്കാം. അത് മതി. പിന്നെ പോകുമ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യം മറക്കണ്ട. അത് ഞാൻ നോക്കാം. പിന്നെ അവരെന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് എങ്ങനെയാ പറയാ? ഒന്നും വേണ്ട, ഇപ്പോൾ കയ്യിലുള്ളത് മാത്രം മതിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നോക്കാം. കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളായി ഒന്നും ചോദിക്കില്ല. നമുക്ക് ഒന്നും വേണ്ടതാനും. മിഥുന, അച്ഛൻ ജാതകങ്ങൾ നോക്കി. നല്ല ചേർച്ചയുണ്ട്. ഇനി അനുവിൻ്റെ കാര്യം അറിയണം. ഞാനാണെങ്കിൽ ആ കുട്ടിയോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അത് പേടിക്കണ്ട സാർ. അവളെ ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം. നോ, അത് വേണ്ട, പ്രത്യേകിച്ച് ഇവിടെ വെച്ച്. എന്നാൽ പുറത്ത് അറേഞ്ച് ചെയ്യാം. അതൊന്നും ഇപ്പോൾ വേണ്ട. അനുവിൻ്റെ വാട്സപ്പ് നമ്പർ തരുമോ? ഞാൻ പതുക്കെ സംസാരിച്ച് നോക്കാം. അയ്യോ സാർ, അവൾക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്ത ആളുകളുണ്ടോ? അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ അവളുടെ ഫോൺ ചെറുതാ, അതിലിതൊന്നും കിട്ടില്ല. ഫാത്തിമാൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഫോണ് കൊടുത്തത് അവൾക്ക്. അവൾ അതും വാങ്ങിയില്ല. ഹോ, സമ്മതിക്കണം. എന്നാൽ എനിക്ക് ഫോൺ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ശരി സാർ. സച്ചിൻ ഓർത്തു, ഇനി വൈകിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അനുവിനെ ഇഷ്ടം അറിയിക്കണം. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ കിട്ടുക എന്നത് ഇക്കാലത്ത് വലിയ ഭാഗ്യ. പുതിയ ലോകത്തിൻ്റെ മോഹവലയത്തിൽ വീഴാത്തവളാണവൾ. ആരും ചൂടാത്ത പൂവ്. ഫേസ്ബുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പൂവാലന്മാരൊന്നും ശല്യം ചെയ്തു കാണില്ല അവളെ. എല്ലാ ആണുങ്ങളും ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് പോലും കളങ്കപ്പെടാത്തൊരു പെൺകുട്ടിയെയാണ്. കയ്യെത്തും ദൂരത്തുള്ള ഈ ഭാഗ്യം സ്വന്തമാക്കാത്തവൻ വിഡ്ഢിയാണ്. നാളെ തന്നെ അച്ഛൻ അനുവിൻ്റെ വീട്ടിലേക്ക് വിടണം. ഇതുപോലെയുള്ള ഒരു പെണ്ണിനു വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷേ ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവളെ എൻ്റെ സ്വന്തമാക്കണം. ഒരു ദിവസമെങ്കിലും നേരത്തെ അവളുടെ കഴുത്തിൽ താലി ചാർത്തണം. അനുവിനെ വിളിക്കാനായി പലതവണ ഫോൺ എടുത്തെങ്കിലും മനസ്സിനകത്തെ പേരറിയാത്തൊരു വികാരം സച്ചിനെ തടഞ്ഞു. നെഞ്ചിടിപ്പിൻ്റെ താളം കൂടി. ഫോൺ എടുത്താൽ എന്താ സംസാരിക്കുക? എങ്ങനെയാ തുടങ്ങുക? ആകെ ടെൻഷൻ. വേണ്ട, ഫോൺ വിളിക്കണ്ട, നാളെ നേരിട്ട് പറയാം. പിറ്റേന്ന് രാവിലെ തന്നെ സച്ചിൻ അനുവിനായി കാത്തുനിന്നു. അവർ 5 പേരും ഒരുമിച്ചാണ് വന്നത്. മിഥുന, ഒരു മിനിറ്റ്. എന്താ സാർ? എനിക്ക് അനുവിനോട് സംസാരിക്കണം. ഇപ്പോൾ വേണോ? ഓക്കെ, ഞാൻ റെഡിയാക്കാം. അഞ്ജു, എന്തിനാണ് സാർ നിന്നെ വിളിച്ചത്? ഞാൻ ഇന്നലെ അനുവിൻ്റെ കാര്യം സാറിനോട് സൂചിപ്പിച്ചിരുന്നു. നല്ല ചാൻസ് കിട്ടി, അതാ നിങ്ങളെ വിളിക്കാഞ്ഞത്. ഗ്രീനു, എന്നിട്ട് സാർ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. സാറിന് അനുവിനോട് സംസാരിക്കണത്രേ. അത് പറയാനാ എന്നെ വിളിച്ചത്. പാത്തു, പണി പാളോ? അനു, എന്തിനാ മിതു ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അതൊന്നും കുഴപ്പമില്ലടാ, നീ പോയി നോക്ക്. സാർ എന്താ പറയുന്നതെന്ന് അറിയാലോ. ഞാൻ പോകില്ല, എനിക്ക് പേടിയാ. നീ പേടിക്കൊന്നും വേണ്ട. സാർ വളരെ സിമ്പിളാണ്. മിതു, എനിക്ക് വയ്യ, ഞാൻ പോകില്ല. എന്നാൽ വേണ്ട, സാറ് നിന്നെ ഫോൺ വിളിച്ചോളും. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തിനാടി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എൻ്റെ അനുക്കുട്ടി, നീ സാറിനെ ഒന്ന് കാണ്. ബാക്കി പിന്നെ പറയാം. സാറ് നിന്നെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. ഒടുവിൽ അനുവിന് സമ്മതിക്കേണ്ടതായി വന്നു. ഉച്ചസമയത്ത് പരസ്പരം സംസാരിക്കാൻ അവർ അവസരമൊരുക്കി. അനുവിന് മനസ്സിലായോ എന്തിനാ വിളിച്ചതെന്ന്? ഇല്ല സോ. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. അനുവിൻ്റെ ചങ്കിടിപ്പ് കൂടി. ശരീരം വിയർക്കാനും ചെറുതായി വിറയ്ക്കാനും തുടങ്ങി. എനിക്കിപ്പോൾ വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇവിടെ പലരും എന്നെ വേറെ രീതിയിൽ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. എപ്പോഴാണെന്നറിയില്ല. ഇടയ്ക്ക് വെച്ചാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. അനുവിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. തൊണ്ട വരളുന്നതായും വെള്ളം കുടിക്കാനും തോന്നി. പക്ഷേ ഒരു അധ്യാപകൻ്റെ കണ്ണിലൂടെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ലാട്ടോ. ഈയിടെ മിഥുന തന്നെ പറ്റി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ സീരിയസ് ആയി നോക്കിയത്. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എനിക്കാവശ്യം തൻ്റെ നിലപാടാണ്. അത് ചോദിക്കാനാ ഞാൻ തന്നെ ഇപ്പോൾ വിളിപ്പിച്ചത്.
അനു മരവിച്ചതുപോലെ നിന്നു. സാർ പറയുന്നത് ചെറിയ ശബ്ദത്തിൽ അവൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട പോലെ അവൾ നിന്നു. അനു, വെറുതെ പ്രേമിക്കാനല്ല, കല്യാണം കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം. താനൊരു മറുപടി പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അനു രണ്ടും കൽപ്പിച്ച് തലയുയർത്തി. എവിടെ നിന്നോ കുറച്ച് ധൈര്യം സംഭരിച്ചു. സാർ എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. സാർ ഒരു അധ്യാപകനാണ്. ഒരു വിദ്യാർത്ഥിയോടും ഇങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. അത് അധ്യാപക വൃത്തിക്ക് തന്നെ കളങ്കമാണ്. പിന്നെ എനിക്ക് സാറിനോട് ഒരു ഇഷ്ടവും ഇതുവരെ തോന്നിയിട്ടില്ല. പഠിപ്പിക്കുന്ന മാഷെപ്പറ്റി അങ്ങനെ ചിന്തിക്കാനോ എനിക്ക് പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറുമല്ല. സാർ ഇതും പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വരരുത്. അതും പറഞ്ഞ് അനു തിരിഞ്ഞു നടന്നു. സ്തബ്ധനായിക്കൊണ്ട് സച്ചിൻ നിന്നു. അനുവിൽ നിന്ന് ഇത്തരമൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇഷ്ടമാണെന്ന് പറയുമെന്ന് കരുതിയെങ്കിലും അറുത്തുമുറിച്ചു പോലുള്ള ഒരു മറുപടി അവനെ നിരാശനാക്കി. അതോടൊപ്പം തൻ്റെ അധ്യാപക വൃത്തിക്ക് കളങ്കം പറ്റിയതായും തോന്നി. താൻ ഒരിക്കലും ഇത് അനുവിനോട് പറയാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വെച്ച്. ആ കുട്ടി ഇത് വേറെ ഏതെങ്കിലും ടീച്ചറോട് പറഞ്ഞാലോ? ഛേ, ഒന്നും വേണ്ടായിരുന്നു. ഇനി എങ്ങനെയാ ആ കുട്ടിയുടെ മുഖത്ത് നോക്കുക? ഛേ. ആകെ നിരാശനായ സച്ചിൻ ക്ലാസ് കഴിയാൻ നിൽക്കാതെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും തെറ്റു പറ്റിപ്പോയി എന്ന ചിന്ത അവനെ അലട്ടി. അമ്മ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വീണ്ടും വഷളായി എന്നവന് തോന്നിയത്. അച്ഛൻ ഇന്ന് അനുവിൻ്റെ അച്ഛനോട് സംസാരിച്ചത്രേ. അങ്ങോട്ട് കല്യാണം ആലോചിച്ച് പോയതല്ല. യാദൃശ്ചികമായി അനുവിൻ്റെ അച്ഛനെ കണ്ടതാ. തൊഴിലാളി ക്ഷേമനിധിയുടെ വരിസംഖ്യ അടയ്ക്കാൻ പാലക്കാട്ടെ ഓഫീസിലെത്തിയതായിരുന്നു രണ്ടാളും. അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ITIയിലെ മാഷാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മോൾ അവിടെയാ പഠിക്കുന്നതെന്ന് അവളുടെ അച്ഛനും പറഞ്ഞു. സ്വാഭാവികമായും മക്കളുടെ കല്യാണക്കാര്യവും സംസാരിച്ചു. അങ്ങനെ എൻ്റെ ആലോചനയാണ് വന്നതെന്ന് പറഞ്ഞു. ജാതകങ്ങൾ ചേർന്ന കാര്യം പറഞ്ഞു. അനുവിന് വേണ്ടി കാത്തിരിക്കാം എന്നും പറഞ്ഞു. കിട്ടിയ സമയം കൊണ്ട് രണ്ടാളും കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. ഞായറാഴ്ച എന്നെയും കൂട്ടി പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് അച്ഛനും അവളെ എനിക്ക് തരാമെന്ന് അവളുടെ അച്ഛനും വാക്കുകൊടുത്തു. ഈശ്വര, പണി വരുമ്പോൾ കൂട്ടത്തോടെയാണല്ലോ. അവൾക്കെന്നെ ഇഷ്ടമല്ല എന്ന കാര്യം അറിയുമ്പോൾ എന്താവുമോ ആവോ. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടും അനുവിന് ഇഷ്ടമില്ലെങ്കിൽ തീർന്നില്ലേ എല്ലാം. ഈ കല്യാണാലോചന ഇവിടെ വെച്ച് നിർത്താൻ അച്ഛനോട് പറയാം. ഇനി പെണ്ണ് കാണാൻ പോയിട്ട് നാണം കെടാൻ വയ്യ. വീട്ടിലെത്തിയ അനുവിനെ കാത്തിരുന്നതും കല്യാണ വാർത്തയായിരുന്നു. എന്നോട് ചോദിക്കാതെ അച്ഛൻ വാക്ക് കൊടുത്തിരിക്കുന്നു. പോരാത്തതിന് ഞായറാഴ്ച സാർ പെണ്ണ് കാണാനും വരും. ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക? ഇഷ്ടല്ലാന്ന് സാറിനോട് പറഞ്ഞും പോയി. അച്ഛനാണെങ്കിലും വാക്കും കൊടുത്തു. അച്ഛൻ പാവമാണെങ്കിലും എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പ്രധാന ആവശ്യമായിരുന്നു ഒരു ജോലി കിട്ടുന്നത് വരെയുള്ള സമയം. സാറിൻ്റെ അച്ഛൻ അതിന് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനിനി എന്ത് പറഞ്ഞാ ഒഴിയുക? പഠിപ്പിക്കുന്ന സാറെ ഭർത്താവായി കാണാൻ പറ്റില്ലെന്നൊന്നും അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നാണെങ്കിൽ സാറിനോട് പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ആകെ പെട്ടുപോയല്ലോ. ഇനി നാളെ എങ്ങനെയാ ക്ലാസ്സിന് പോവുക? എങ്ങനെയാ സാറിൻ്റെ മുഖത്ത് നോക്കുക? ഇല്ല, ഇനി എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല. നാളെ മുതൽ ഞാൻ പോകില്ല. പിറ്റേന്ന് സച്ചിനും അനുവും കോളേജിൽ പോയില്ല. മിഥുനയ്ക്കും കൂട്ടുകാർക്കും അത് സന്തോഷവാർത്തയായിരുന്നു. രണ്ടാളും കൂടി എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാകുമെന്ന് കരുതി ആശ്വസിച്ചു. സച്ചിൻ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. എന്തായാലും പെട്ടെന്നൊരു തീരുമാനമെടുക്കണ്ട. പെണ്ണ് കാണാൻ പിന്നെ വരാമെന്ന് അനുവിൻ്റെ അച്ഛനോട് പറയാമെന്ന് തീരുമാനിച്ചു. അനുവേ, അവർ പിന്നെ വരാന്നാ പറഞ്ഞത്. അവിടെ എന്തോ തിരക്കുണ്ടത്രേ. അനുവിന് ആശ്വസിക്കണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു. സാർ മനഃപൂർവ്വം പിന്മാറിയതാകും. പാവം. ആകെ നാണക്കേട് തോന്നിയിട്ടുണ്ടാകും. അത്രയൊന്നും പറയണ്ടായിരുന്നു. ഇന്ന് വയ്യ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പോയില്ല. നാളെ എന്താ പറയുക? ഹാജറില്ലെങ്കിൽ പരീക്ഷ എഴുതാനും പറ്റില്ല. നാളെ പോകാം. സാറിൻ്റെ ക്ലാസ് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കാം. അടുത്ത ദിവസം മുതൽ അനു ക്ലാസ്സിൽ പോയി തുടങ്ങി.
ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടിയെറിഞ്ഞ വിഡ്ഢിയായി കളിയാക്കി. തങ്ങളെല്ലാവരും ഇത്രയും പറഞ്ഞിട്ടും മനസ്സ് മാറ്റാത്ത അവളെ അവർ മനഃപൂർവ്വം അകറ്റി നിർത്താൻ തുടങ്ങി. അനുവിനെ കാത്തിരുന്ന മറ്റൊരു സങ്കട വാർത്ത സച്ചിൻ കോളേജിൽ വരുന്നില്ല എന്നതായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി സാറ് വന്നിട്ട്. അന്വേഷിച്ചപ്പോൾ ലീവിലാണ് എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. സച്ചിൻ ജോലി നിർത്തി പോയതിന് കാരണം അനുവാണെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. ഗ്രീനു: ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ? നല്ലൊരു സാറായിരുന്നു. നീ കാരണം ജോലി നിർത്തി വീട്ടിലിരിക്കുന്നു. മിതു: ഡി, സാറ് തെറ്റായി നിന്നോട് വല്ലതും ചെയ്തോ? നിന്നെ പ്രേമിക്കാനൊന്നും സാർ വന്നിട്ടില്ലല്ലോ. മനസ്സിലൊരിഷ്ടം തോന്നിയപ്പോൾ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കല്ലേ ചെയ്തത്? അഞ്ജു: ഇവള് വല്ല ഐശ്വര്യ റായ് അല്ലേ? സാറെ പോലെ ഒരു സാധാരണ ആളെ ഒന്നും ഇവൾക്ക് പറ്റില്ലായിരിക്കും. പാത്തു: തെറ്റ് പറ്റിയത് നമുക്കല്ലേടി. പാവമാണെന്ന് കരുതി കൂടെ കുട്ടി. പക്ഷെ ഇവളുടെ മനസ്സ് മുഴുവൻ വിഷമാണ്. എല്ലാവരും പറയുന്നത് കരഞ്ഞുകൊണ്ട് കേട്ടിരിക്കാനേ അനുവിന് കഴിഞ്ഞുള്ളൂ. അനുവിൻ്റെ കണ്ണീർ കണ്ടിട്ടും ആർക്കും ഒരു സഹതാപവും തോന്നിയില്ല. ആരും അനുവിനോട് തീരെ മിണ്ടാതെയായി. എല്ലാവരുടെ കണ്ണിലും അവളോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ പോയ അഞ്ജു പുതിയ വാർത്തയുമായാണ് വന്നത്. സച്ചി സാർ ജോലി നിർത്തിപ്പോയി. പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്. അതുകൂടി കേട്ടപ്പോൾ അനുവിന് സഹിക്കാനായില്ല. അവൾ വേഗം വീട്ടിലേക്ക് പോയി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് സങ്കടം അടക്കി വയ്ക്കാനായില്ല. പൊട്ടിക്കരഞ്ഞ് ആകെ തളർന്ന അനു നടന്നതെല്ലാം വീട്ടിൽ പറഞ്ഞു. മകളോട് ഒരുപാട് സ്നേഹവും വിശ്വാസവുമുള്ള അച്ഛന് ആ കാര്യം മാത്രം അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നെങ്കിലും തല്ലിയില്ല. ഈ നാട്ടിലെ മാഷന്മാരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ലേ? ആ കുട്ടി നല്ല ആളായത് കൊണ്ടല്ലേ വീട്ടിൽ വന്ന് ആലോചിച്ചത്? നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണല്ലോ എന്നറിയില്ല. സ്ത്രീധനമായി 1 രൂപ പോലും വേണ്ടെന്ന് അവർ പറഞ്ഞത്. അവർക്ക് നിന്നെ മാത്രം മതിയെന്ന്. ഇക്കാലത്ത് ആരാടി ഇങ്ങനെയൊക്കെ പറയുക? അമ്മ: നിനക്കിനി വേറെ വല്ലവന്മാരോടും പ്രേമുണ്ടോ? അതുകൊണ്ടാ ഇത് മുടക്കിയത്? അങ്ങനെ വല്ലതുണ്ടെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. സ്വത്തും പണവും ഒന്നും ഇല്ലെങ്കിലും അന്തസ്സായിട്ടാ ഞാൻ ഇതുവരെ ജീവിച്ചത്. ഇനി നീ ആയിട്ട് എല്ലാം നശിപ്പിക്കാൻ നിൽക്കുക? എടി ഉരുമ്പെട്ടോളെ, നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പൊക്കണം. ഞങ്ങൾ നടത്തിത്തരുമെന്ന് നീ സ്വപ്നം കാണണ്ട. പഠിക്കണം, ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? അനുവിന് മറുപടി പറയാൻ പോലും പറ്റാതെ രണ്ടാളും അവളെ മാറി മാറി ചീത്ത പറഞ്ഞു. മതി നിന്റെ പഠിപ്പ്. നാളെ മുതൽ ഈ വീടിൻ്റെ പടി കടന്നാൽ കാല് തല്ലി ഒടിക്കും ഞാൻ. കരഞ്ഞു തളർന്ന അനു താൻ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരിയായി എന്ന് തോന്നി. രാത്രി ഭക്ഷണം കഴിച്ചില്ല. വേണോ എന്ന് ആര് ചോദിച്ചതുമില്ല. കിടന്നിട്ട് ഉറക്കം വന്നില്ല. മനസ്സിൽ കുറ്റബോധം തിങ്ങി വന്നു. ഒരു നിമിഷത്തിൽ ആർക്കും വേണ്ടാത്ത തൻ്റെ ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ അവൾക്ക് തോന്നി. കുട്ടിക്കാലം തൊട്ടേ കഥകളും പുരാണങ്ങളും കേട്ടുകൊണ്ടാണ് വളർന്നത്. അച്ഛനും അമ്മയും മറ്റുള്ളവരും പറഞ്ഞു തന്ന ധാർമ്മിക മൂല്യങ്ങളായിരുന്നു ഇതുവരെയുള്ള വഴികാട്ടി. ആ മൂല്യങ്ങൾ വിട്ട് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അറിവ് പറഞ്ഞു തരുന്ന ആൾ ഗുരുനാഥനാണ്. ഗുരുവിനെ എങ്ങനെയാ ഭർത്താവായി കാണുക? പഠിക്കാൻ വരുന്ന കുട്ടിയെ മോഹിക്കുന്നത് അധ്യാപകർ ചെയ്യുന്ന പാപമാണ്. ഞാൻ കാരണം സച്ചി സാർ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. സാറിനോട് ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരിയായി. കൃഷ്ണ, തെറ്റേതാ ശരിയേതാ എന്നെനിക്കറിയാൻ പറ്റുന്നില്ല. നീ തന്നെ എന്നെ രക്ഷിക്കണേ. ഇനിയും സഹിക്കാൻ എനിക്ക് വയ്യ. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. സ്വന്തം വീട്ടിലും ഒരു അപരിചിതയെപ്പോലെ അനുവിന് ജീവിക്കേണ്ടി വന്നു. അച്ഛനോ അമ്മയോ ഒന്നും മിണ്ടുന്നില്ല. കുളിച്ചോ കഴിച്ചോ എന്നുപോലും നോക്കുന്നില്ല. തൻ്റെ മുറിയിലെ ഏകാന്തതയിൽ ശൂന്യതയിലേക്ക് കണ്ണുനട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൾ സമയം നീക്കി. ഇവിടെ ആരുമില്ലേ? പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തോന്നിയില്ല. ആ വരൂ വരൂ, കയറിയിരിക്കൂ.
അച്ഛൻ്റെ ശബ്ദം കേട്ടു. ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ലേ? അതാ ഇറങ്ങിയത്. ഇവിടെയും ഇപ്പോൾ പണിയൊക്കെ കുറവാ. അപ്പോൾ ഞങ്ങൾ വന്നത് അറിയാലോ. നമുക്ക് കാര്യങ്ങൾ നോക്കണ്ടേ? അതിപ്പോൾ ഞാൻ എന്താ പറയുക? കുട്ടി ഇവിടെ ഇല്ലേ? ഉവ്വ്, അകത്തുണ്ട്. എന്നാൽ ഒന്ന് വിളിക്കൂ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശാന്തേ, അനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഓ, പെണ്ണ് കാണലാണ്. ഇനി എൻ്റെ വാക്കും തീരുമാനമൊന്നും അച്ഛന് നോക്കണ്ടല്ലോ. ഞാൻ എന്തും സമ്മതിച്ചല്ലേ മതിയാവൂ. പെണ്ണായി പോയില്ലേ വിധി. ഡി, നീ അങ്ങോട്ടൊന്ന് വന്നേ. ആ മുഖമൊന്ന് കഴുക്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലെ 4ാമത്തെ ആളാണ്. എന്തോ ഭാഗ്യം കൊണ്ട് 3 നടന്നില്ല. ഇതാരാണാവോ? അച്ഛനെ നാണം കെടുത്താൻ വയ്യ. പോയി നോക്കാം. അനു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കുറച്ച് ദിവസം കൊണ്ട് എത്രയാ മാറിപ്പോയത്. മുഖത്തെ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു. ഇനി ഒരു ഉദയം ഉണ്ടാകുമോ ആവോ? പെട്ടെന്ന് ഒരാൾ രൂപം അകത്തേക്ക് വന്നു. അനു ആകെ ഒന്ന് ഞെട്ടി. എൻ്റെ പേര് സച്ചിൻ. കോയമ്പത്തൂരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എൻജിനീയറാ. ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഈ ജോലി കിട്ടിയിട്ട്. കുറച്ചു കാലം മലമ്പുഴ ITIയിൽ ഉണ്ടായിരുന്നു. സാർ? അല്ല, ഇപ്പോൾ ഞാൻ അനുവിൻ്റെ സാറല്ല. അനു എൻ്റെ സ്റ്റുഡൻറ്റുമല്ല. പഠിപ്പിക്കുന്ന മാഷെ അനു ഇഷ്ടപ്പെടുകയോ കല്യാണം കഴിക്കുകയോ വേണ്ട. ഇപ്പോൾ ഞാൻ ഒരു എൻജിനീയറാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാനും കല്യാണം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? സച്ചിൻ പ്രതീക്ഷയോടെ അനുവിനെ നോക്കി. പതിവ് പോലെ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. തൊണ്ട വരളാൻ തുടങ്ങി. സച്ചിൻ കുറച്ചുകൂടി അവളോട് ചേർന്ന് നിന്നു. ഡോ അനു, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. തന്നെ കൈവിടാൻ വയ്യടോ, അതാ പിന്നെയും വന്നത്. താൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. എന്ത് കാരണം കൊണ്ടായാലും തന്നെ മറക്കാൻ പറ്റില്ല. അതാ വേറെ ജോലി നോക്കിയത്. ഇനി തനിക്ക് കുഴപ്പമില്ലല്ലോ? അനു ഒന്നും മിണ്ടിയില്ല. ആദ്യം തന്നോട് ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. മനസ്സിൽ 1000 സ്വപ്നങ്ങൾ കണ്ടു. മാഷായാലും മന്ത്രിയായാലും ഞാനും ഒരാണല്ലേടോ. എനിക്കും സ്വപ്നം കണ്ടൂടെ? എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ താൻ എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? സച്ചിൻ അനുവിൻ്റെ നേർക്ക് തൻ്റെ കൈ നീട്ടി. അനു തലയുയർത്തി സച്ചിനെ നോക്കി. പതിവ് ഗാംഭീര്യം മുഖത്തില്ല. എങ്കിലും ഒരുപാട് പ്രതീക്ഷകൾ ആ കണ്ണിലുണ്ട്. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്. മുഖം വ്യക്തമല്ലാത്ത രാജകുമാരനെ, എന്നെ ഹൃദയത്തോട് ചേർത്ത് പുൽകുന്ന, കാച്ചെണ്ണ തേച്ച മുടിയുടെ ഗന്ധം നുകരുന്ന, മഞ്ഞച്ചരടിൽ കോർത്ത താലിയുമായി തൻ്റെ നേർക്ക് നീളുന്ന ആ കൈകളുടെ ഉടമയ്ക്ക് ഈ മുഖം ചേരില്ലേ? ഒക്കത്തൊന്നിനെയും കയ്യിലൊന്നിനെയും പിടിച്ച് ഞാൻ ഒപ്പം നടന്നത് ഈ രൂപത്തിനൊപ്പമാണോ? സ്വപ്നം കണ്ടത് പൊന്നും പണവും ആർഭാട ജീവിതവുമൊന്നുമല്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതം. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഭർത്താവ്. ഞാൻ അച്ഛൻ്റെ കുട്ടിയാ, ഞാൻ അമ്മയുടെ കുട്ടിയാ എന്ന് പറയുന്ന മക്കൾ. യാഥാർത്ഥ്യവുമായി ഒരുപാട് അകലമുണ്ടെങ്കിലും എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന കുറച്ച് സ്വപ്നങ്ങൾ. എൻ്റെ സ്വപ്നങ്ങൾക്ക് നീ തന്ന മുഖമാണോ കൃഷ്ണ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്? എന്നോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ സാർ വീണ്ടും വന്നത്? ഇനിയും ഞാൻ ആ മനസ്സ് വേദനിപ്പിക്കണോ കൃഷ്ണ? നിന്നെ വിശ്വസിച്ച് ഞാൻ വാക്ക് കൊടുത്തോട്ടെ? അനുവിൻ്റെ കൈ സച്ചിൻ്റെ കയ്യിനു മുകളിൽ അമർന്നു. ഉണ്ടാകും സാർ, ഇനി എന്നും. സത്യം, സത്യം. ഇനി ഞാൻ സാറിൻ്റെയാ. അല്ല, സാറിൻ്റെ അല്ല, സച്ചിൻ്റെ. എന്നെ സച്ചുവേട്ടൻ എന്ന് വിളിക്കാം. ശരി സാർ. ഏയ് നോ സാർ, സോറി. ഇനി എൻ്റെ അനുവല്ലേ, ഏട്ടൻ്റെ മാത്രം. മനസ്സിൽ ഇരുണ്ടുകൂടിയ മേഘമെല്ലാം പെയ്തൊഴിഞ്ഞ പോലെ സച്ചിൻ്റെ മനസ്സ് ശാന്തമായി. കുറച്ചു നാളുകളായി കുറ്റബോധം കൊണ്ട് നീറിയിരുന്ന അനുവിൻ്റെ മനസ്സും തണുത്തു. സച്ചിൻ അനുവിൻ്റെ തോളിൽ കൈവച്ചു. രണ്ടാളുടെയും മനസ്സിൽ പ്രണയത്തിൻ്റെ 1000 വാടാമലരുകൾ പൂത്തുവിടർന്നു. അനു, അനു, എന്താ ഏട്ടാ? ഇങ്ങോട്ട് വാ, ഞാൻ ഇപ്പോൾ വരാം. വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ സച്ചിൻ ഇരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അനു വന്നു. എന്താ ഏട്ടാ, നീ എന്തെടുക്കുക? ഉച്ചയ്ക്ക് ചോറുണ്ണണ്ടേ? ഇന്നിപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ? കഴിഞ്ഞു ഏട്ടാ. അച്ഛൻ വിളിച്ചോ? അവരവിടെ എത്തി. അച്ഛനും അമ്മയും വയനാട്ടിലെ ദാസൻ മാമൻ്റെ മകളുടെ കല്യാണത്തിന് പോയിരിക്കുക. രാവിലെ നേരത്തെ പോയതാ. നാളെ ഉച്ചയ്ക്കേ വരൂ. അതുവരെ ഒന്ന് റൊമാൻസ് കാണിക്കാമെന്ന് വെച്ചാൽ ഇവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നുമില്ല. എന്താ ഏട്ടാ വിളിച്ചേ? ഒന്നുമില്ല, സച്ചിൻ ഒരല്പം ഈർഷ്യത്തോടെ പറഞ്ഞു. കുറച്ച് പണി കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം കഴിഞ്ഞു. പറ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ പശുവിന് പുല്ല് കൊടുക്കാനോ ആടിന് വെള്ളം കൊടുക്കാനോ പോകും. ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇനി സാറ് പറഞ്ഞോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവൾ സച്ചിൻ്റെ അരികിലിരുന്നു. അവൾക്കറിയാം സാറെന്ന് വിളിച്ചാൽ അവൻ്റെ പിണക്കമെല്ലാം മാറുമെന്ന്. സച്ചിനും എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ല. അനു സാറെന്ന് വിളിക്കുമ്പോൾ സംഭരിച്ച ദേഷ്യവും ഗൗരവവും എങ്ങോട്ടോ പോയി മറയും. അവൻ പതുക്കെ അനുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. ആഹാ, ഇതിനാണോ വിളിച്ചത്? പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കുമായിരുന്നു. വലുതാവും തോറും ആ ഇഷ്ടങ്ങളൊക്കെ പോയി മറഞ്ഞു. ഒരു കാര്യവും ഇല്ലാത്ത ചമ്മലും ജാള്യതയും, അതും പെറ്റമ്മയുടെ മുന്നിൽ. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് തൊട്ടേയുള്ള സ്വപ്നമായിരുന്നു എൻ്റെ പെണ്ണിൻ്റെ മടിയിൽ തല ചായ്ച്ച് ഇങ്ങനെ കിടക്കണമെന്ന്. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അത് നടക്കില്ല. ഇതാണ് പറ്റിയ ചാൻസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടല്ലേ? ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു? നീ എൻ്റെ തലയിൽ പേൻ നോക്കിക്കേ. അയ്യേ, ഏട്ടൻ്റെ തലയിൽ പേനുണ്ടോ? ഇല്ല. എന്നാലും അത് നല്ല സുഖ. വിരലുകൾ മുടികൾക്കിടയിലൂടെ ഓടി നടക്കുമ്പോൾ ആകെ ഒരു ഇതാ. കുറച്ചു നേരം ഞാൻ ആക്കാം. അനു, എനിക്കൊരു പുതിയ ഓഫർ വന്നിട്ടുണ്ട്. കമ്പനിയുടെ ചെന്നൈയിലെ ഓഫീസിലേക്ക് ഒരു ട്രാൻസ്ഫർ. ചെന്നൈയിലേക്കോ? ഇപ്പോൾ ടെമ്പററി ആണ്. അവിടുത്തെ സീനിയർ എൻജിനീയർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ആള് വരുന്നത് വരെ. ഏട്ടൻ പോണുണ്ടോ? പോണോ? പോയിക്കോ. കുറച്ച് ദിവസത്തേക്കല്ലേ. ചിലപ്പോൾ അവിടെ സ്ഥിരമാകും. ഇവിടെ കിട്ടുന്നതിലും കൂടുതൽ സാലറി ഉണ്ട് അവിടെ. അപ്പോൾ നല്ലതല്ലേ? പോയാൽ നല്ലത് തന്നെയാ. പക്ഷേ നിന്നെ വിട്ടു പോകാൻ എനിക്ക് വയ്യ. ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ഏട്ടാ? നമ്മുടെ നല്ലതിനല്ലേ? ഏട്ടനല്ലേ പറഞ്ഞത് ഈ വീടൊന്ന് പൊളിച്ച് പണിയണമെന്ന്? കുഞ്ചു, നീ ഇവിടെയും ഞാൻ അവിടെയുമായിട്ട് സമ്പാദിക്കണ്ട. നിന്നെയും കൊണ്ട് പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാനോ? ഞാനെന്തിനാ? ഏട്ടൻ ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലേ? ഞാൻ വന്നാൽ ഇവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവില്ലേ? കുറച്ച് ദിവസത്തേക്കല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടും പോയതൊന്നുമില്ലല്ലോ. ഇതൊരു ഹണിമൂണായി കാണാം. പിന്നെ ഇവിടെ നിന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുക. എന്നെയോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ലല്ലോ. അതല്ലേടോ, നമുക്ക് സൗകര്യമായി സംസാരിക്കാനോ ഇടപഴകാനോ ഇവിടെ എപ്പോഴും പറ്റില്ല. ഇപ്പോൾ തന്നെ നോക്ക്, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അച്ഛനും അമ്മയും വരുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതൊക്കെ. പക്ഷേ ഇതുപോലെ ഇനി എന്നാ? വല്ലപ്പോഴും ഇതുപോലെ വീണ് കിട്ടുന്ന അവസരങ്ങളല്ലേ ഏട്ടാ മനോഹരം. ഇന്നെനിക്ക് എൻ്റെ ഏട്ടൻ്റെ മാത്രം സ്വന്തമായി മാറാം. നമുക്ക് മാത്രമായി ജീവിക്കാം. എനിക്ക് എന്നും ഇങ്ങനെ വേണം, കുറച്ചു കാലമെങ്കിലും. നമ്മൾ ചെന്നൈയിൽ പോയാലും ഇതുപോലെ എന്നും പറ്റുമോ? അവിടെ ഏട്ടൻ ജോലിക്ക് പോകും. അപ്പോൾ ജോലിയെ പറ്റി ടെൻഷൻ, റൂമിലുള്ള എന്നെ ഓർത്ത് ടെൻഷൻ, വീട്ടിലുള്ള അച്ഛനെയും അമ്മയും ഓർത്ത് ടെൻഷൻ. അതിലും നല്ലത് ഇവിടെയല്ലേ? അതും ശരിയാ. അപ്പം ഞാൻ പോകണ്ടല്ലേ? ഏട്ടൻ പോണം. പോയിട്ട് വേഗം വരണം. ഇല്ല, നിന്നെ കാണാതിരിക്കാൻ എനിക്കാവില്ല. നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ദിവസവും ഞാൻ കോയമ്പത്തൂർ പോയി വരുന്നത്. ഇത് നന്നായി. അപ്പോൾ കല്യാണം കഴിച്ച ആളുകളൊക്കെ ഗൾഫിൽ പോകുന്നതോ? പട്ടാളക്കാരോ? അവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. അതെ, എന്നെയും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഭാവി എന്താകും? എന്താകാൻ? 10 മാസം കഴിഞ്ഞാൽ നീ പ്രസവിക്കും. അതല്ല, കുട്ടികളും അവരുടെ ഭാവിയും.
എനിക്ക് ഗൾഫിൽ ഓഫറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ പോയി ഒരു 5-10 കൊല്ലം നിൽക്കുന്നു. ഇവിടെ 25 ലക്ഷം മുടക്കി ഒരു വീട് വയ്ക്കുന്നു. 5 ലക്ഷം മുടക്കി ഒരു കാറ് വാങ്ങുന്നു. മക്കളെ CBSEയിലോ ICSEയിലോ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല കാലം മരുഭൂമിയിൽ നഷ്ടപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം സന്തോഷം തരുമോ? തരുമായിരിക്കും, കുറച്ച് ദിവസം. അതിനേക്കാളുമൊക്കെ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത, പണത്തേക്കാൾ വലുതായി ഞാൻ കാണുന്ന പലതും ഉണ്ടിവിടെ. നമ്മുടെ വീടും നാടും പശുക്കളും കുളത്തിലെ കുളിയും അമ്പലത്തിലെ പൂരവും അങ്ങനെ അങ്ങനെ. പിന്നെ എല്ലാത്തിനും മേലെ എൻ്റെ മോളെ ഇവിടെയാക്കി എനിക്ക് അവിടെ കഴിയാൻ പറ്റുമോ? നമ്മുടെ ജീവിതം ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കണോ? നമ്മൾ ജീവിച്ച് മക്കളെയും സ്നേഹിച്ച് ജീവിക്കണോ? ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിഞ്ഞിട്ടല്ല, മുന്നോട്ട് ചിന്തിക്കുമ്പോൾ എനിക്കും പേടിയുണ്ട്. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ഒരു തകർച്ച മുന്നിലുണ്ടാകാം. വിധി പ്രതികൂലമായി വരാം. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നാ എൻ്റെ കുട്ടി എങ്ങോട്ടും പോണ്ട. നമുക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കാം. ഇതുപോലെ എന്നെങ്കിലും വീണ് കിട്ടുന്ന സമയത്ത് ജീവിതം ആഘോഷിക്കാം. അല്ലാതെയും നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ തന്നെ അവരാരും കാണാതെ ഏട്ടൻ ഉമ്മ തരുമ്പോൾ ഞാൻ അതെത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്നറിയോ? അതൊക്കെ മതി എനിക്ക്. കട്ട് തിന്നുന്നതിന് മധുരം കൂടുമെന്നാ പറയാറ്. അത് സത്യമാലേ? അതും പറഞ്ഞ് കട്ട് തിന്നൽ ഒരു ശീലാക്കണ്ട, പറഞ്ഞേക്കാം. അപ്പോൾ കുഞ്ഞൂസേ, ഇന്നെന്താ പരിപാടി? ഇനി ചോറുണ്ട് കിടന്നുറങ്ങാ. അതിന് സമയമുണ്ടല്ലോ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചോറും കറിയും ആക്കിയപ്പോഴാണോ ഇതൊക്കെ തോന്നുന്നത്? അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ പറയണം. പ്ലീസ് ചക്കരെ. അയ്യടാ, സോപ്പ് വേണ്ട കേട്ടോ. തൽക്കാലം നമുക്കൊരു സെൽഫി എടുക്കാം. സ്മൈൽ. എന്താ സെൽഫിക്ക് സ്റ്റാറ്റസ്? എൻജോയിങ് ഹോളിഡേ വിത്ത് മൈ സ്വീറ്റ് ഹബ്ബി. പോരെ? ആ ഗ്രീനും മിഥുനും കണ്ട് അസൂയപ്പെടട്ടെ. തൽക്കാലം മതി. എന്നാ എൻ്റെ മോൻ എണീച്ചേ, വേറെ പണി നോക്കട്ടെ. വേണ്ട, എനിക്ക് മതിയായില്ല. എണീക്ക്, പശുവിന് വെള്ളം കൊടുക്കണം, നമുക്കും കഴിക്കണ്ടേ. എന്നാൽ കിടക്കുമ്പോൾ എനിക്കൊരു പാട്ട് പാടിത്തരുമോ? പാട്ടോ? അതൊന്നും പറ്റില്ല. എന്നാൽ ഞാൻ എണീക്കില്ല. എണീച്ചാൽ ഒരു സമ്മാനം തരാം. എന്താ? അനു സച്ചിൻ്റെ മുഖം ചുണ്ടോടടുപ്പിച്ചു. സച്ചിനും അനുവും മതിവരുവോളം പ്രണയിക്കട്ടെ, മരണം വരെയും പ്രണയിക്കട്ടെ.